ഹായ് ഫ്രണ്ട്സ്, പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. പിന്നെ നമ്മൾ കാറിൻ്റെ ഉള്ളിൽ നിന്നിട്ട് ഇൻട്രൊക്കെ ഷൂട്ട് ചെയ്യുന്നത് എന്താ വെച്ചാൽ പുറത്ത് നല്ല മഴയാണ്, അതുകൊണ്ട് കാറിൻ്റെ ഉള്ളിൽ വീഡിയോ ഷൂട്ട് ചെയ്യുന്നത്. പിന്നെ നമ്മൾ ഒരു ഫുഡിൻ്റെ വീഡിയോ ആയിട്ടാണ് വന്നത്. വയനാട്ടിൽ കൽപ്പറ്റയുള്ള ദസീകൂപ്പയിലാണ്. ഈ ദസീകൂപ്പ എന്ന് പറയുമ്പോൾ എല്ലാവർക്കും അറിയാലോ, കേരളത്തിൽ എല്ലായിടത്തും ഇവരുടെ ബ്രാഞ്ചസ് ഉണ്ട്. നമുക്ക് നേരെ അങ്ങോട്ടേക്ക് പോവാം. ഓക്കെ, പൈസയോ വണ്ടി എടുക്കുന്നോ? എത്ര റുപ്യ? നമ്മളിപ്പോൾ ദസീകൂപ്പയിൽ എത്തിയിട്ടുണ്ട്. നമുക്ക് ഇതിന് ഉള്ളിലേക്ക് കയറിയിരിക്കാം. സാനിറ്റൈസറൊക്കെ ഉപയോഗിക്കണം. ഇതൊക്കെയാണ് ഇവിടുത്തെ ഓരോ ഐറ്റംസിന്റെ. ഈ പ്ലാന്റ് നേരെ ഓപ്പോസിറ്റ് ആണ് ഈ ദസീകൂപ്പ ഉള്ളത്. അപ്പൊ ഈ ദസീകൂപ്പ ഏകദേശം കുറഞ്ഞ കാലം കൊണ്ട് കേരളത്തിൽ തന്നെ പെട്ടെന്ന് ക്ലിക്കായപ്പോ സംഭവമാണ്. ഇവിടുത്തെ മെയിൻ എന്ന് പറയുന്നത് ഇവിടുത്തെ ഓരോ ഐറ്റംസിന്റെ പേരാണ്, വെറൈറ്റി പേരാണ് ഇവിടെ ഓരോ ഐറ്റംസ് കൊടുത്തിട്ടുണ്ട്. കാലം കൊണ്ട് പെട്ടെന്ന് എല്ലാവരും മനസ്സിലേക്ക് കയറി പറ്റിയ ഒരു കടയാണ് ദസീകൂപ്പ. ദസീകൂപ്പ എന്ന് പറഞ്ഞാൽ മതി, അതൊരു റെസ്റ്റോറന്റ് ആണോ വേറെ എന്തെങ്കിലും കടയാണോ ഒന്നും ആരും അറിയണ്ട. ദസീകൂപ്പ എന്ന് കേട്ടാൽ എനിക്ക് അറിയാം അത് എന്ത് കടയാണ്. അപ്പൊ നമ്മളിന്ന് ഇവിടുത്തെ ഒരു 3-4 ഐറ്റംസ് ആണ് ട്രൈ ചെയ്യാൻ പോകുന്നത്. നമ്മളിപ്പോ ഏകദേശം ഓർഡർ കൊടുത്തിട്ടുണ്ട്. ഓർഡർ വന്നിട്ടാണ്, സസ്പെൻസ് ആണ്, എന്തൊക്കെയാണെന്ന് പറയുന്നില്ല. സാധനം പോയിട്ട് കണ്ടാൽ മതി എന്താ ഐറ്റംസ് ഉള്ളത്. ഇതാണ് നമ്മൾ ഓർഡർ ചെയ്ത ഐറ്റം കേട്ടോ. ഇത് നമുക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. പൈസ കൊടുക്കണം. ഫുള്ള് ചോക്ലേറ്റ് ആണ്, നല്ല ഹോട്ട് ആയിട്ട് തിളക്കുന്ന ചോക്ലേറ്റ്. നല്ല വാനിലൈറ്റ് ഐസ്ക്രീം ആയിട്ട് സെറ്റ് ആക്കി കേട്ടോ. അങ്ങനെ നല്ല തണുത്ത് സെറ്റായ വാനിലൈറ്റ് ഐസ്ക്രീമും തിളക്കുന്ന ചോക്ലേറ്റും. എന്താ മീനെ പൊളി. നല്ല ചോക്ലേറ്റ് ബാൻസ് ചെയ്യണോ, തിളക്കുന്ന ചോക്ലേറ്റ്. അപ്പൊ ചൂടുള്ള അപ്പം വേഗം എന്ത് ചെയ്യാം, തണുത്ത വാനിലൈറ്റ് ഐസ്ക്രീം എടുക്കുക. അപ്പൊ ചൂടും തണുത്ത വാനിലൈറ്റ് ഐസ്ക്രീം അതാണ് ഇതിന്റെ മെയിൻ എന്ന് പറയുന്നത് കേട്ടോ. സംഭവം രസമുണ്ട്, ഒരു വെറൈറ്റീസ് ആണ്. പൈസ കഴിച്ചു നോക്കുന്നുണ്ട്. വാനിലൈറ്റ് ഐസ്ക്രീം സെറ്റ് ആയിരിക്കും, ചൂടും തണുപ്പൂടെ മിക്സ് ആയിട്ട് സംഭവം. അപ്പൊ ഒരു വെറൈറ്റി കേട്ടോ. രണ്ടാമത് ഓർഡർ ചെയ്ത സാധനമാണ് മോൺസ്റ്റർ ഷേക്ക് കേട്ടോ. നമുക്ക് ട്രൈ ചെയ്ത് നോക്കാം എങ്ങനെ ഉണ്ടാവും. ബിസ്ക്കറ്റ് ഇതിന് മെയിൻ ആയിട്ടുള്ള ചോക്ലേറ്റും പിന്നെ വാനിലൈറ്റ് ഐസ്ക്രീം. അപ്പോൾ ഏത് ഐസ്ക്രീമാണ് ഒരു സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇത് ഫ്ലേവർ ആണ്, വാനിലൈറ്റ് ഐസ്ക്രീം ആണ് ഞാൻ പറഞ്ഞത്. പിന്നെ ചോക്ലേറ്റ് ആണ് ഇതിന് മെയിൻ ആയിട്ട് വരുന്നത്. കേട്ടോ കുടിക്കാൻ നമുക്ക് ഫുള്ള് ചോക്ലേറ്റും പിന്നെ കഴിക്കാൻ വാനിലൈറ്റ് ഐസ്ക്രീം, രണ്ടാണ് ഇതിന് മെയിൻ ആയിട്ട് വരുന്നത്. പിന്നെ ഡെക്കറേഷൻ അവർ ചെയ്യുന്നത്. ഇനി ഐസ്ക്രീം വാനില ഞാൻ പറഞ്ഞതാണ്, നമുക്ക് ഇഷ്ടമുള്ള ഫ്ലേവർ അവർ പറഞ്ഞാൽ സെറ്റ് ആക്കി തരും കേട്ടോ. ഒരു മോൺസ്റ്റർ ഷേക്കാണ് സംഭവം, വേറെ ലെവലിൽ. എന്താ ട്രൈ ചെയ്യുന്ന സാധനം കേട്ടോ, അടിപൊളി. പായസം ട്രൈ ചെയ്തേ. പായസം എങ്ങനെയുണ്ട് സംഭവം? അടിപൊളിയാണ്. എന്തൊക്കെ ഫ്ലേവർ അതിൽ മെയിനായിട്ട് വരുന്നത്? വാനിലയും
തേങ്ങയും ചോക്ലേറ്റും പിന്നെ എല്ലാത്തിനും വരുന്ന നല്ല മോൺസ്റ്റർ ചെയ്തൊരു പേരിനുള്ളത് ഇതില് സമാന ടേസ്റ്റ്. ജൂൻ എവിടെ നോക്കുന്നുണ്ടാവില്ല ചങ്ങായി ഓൺലൈൻ ക്ലാസ്സിന് എക്സാം എഴുതുക. സാറിൻ്റെ ഒരു കാര്യം ഒന്ന് ഫ്രീ ആക്കി തരുപോലും ഇല്ല കുട്ടികളെ. എക്സാം ചെയ്താ അതിന് തിരക്കാട്ടോ. അതോ നിങ്ങൾ വീട്ടിൽ കൂടുതലായിട്ട് കാണാത്ത ഇതിന് മേലെ കയറാൻ തുടങ്ങി ഏകദേശം അരമണിക്കൂറാവാണ്. സംഭവം തീരുന്നത് നല്ല ക്വാണ്ടിറ്റി ഇട്ടിട്ട് ഞങ്ങൾ രണ്ടാളും കൂടി കുടിച്ചു തീർക്കേണ്ട അവസ്ഥയാണ്. ഇത്രയാണ് വീടിൻ്റെ സംഭവം. ഞാൻ പായസം കൂടി ഇപ്പം മത്സരിച്ച് തീർക്കാൻ നോക്കി സംഭവം. ഗൈസ് നമ്മളെ മൂന്നാമത്തെ ഐറ്റം എത്തിയിരുന്നു. അത് ടേസ്റ്റ് ചെയ്യാൻ പോകുന്ന അച്ചുവാണ്. ഒരു ഫ്രൂട്ട്സിൻ്റെ മിക്സാണ്. മാംഗോ ബനാന സ്മൂത്തി. നമ്മൾ സംഭവം എല്ലാത്തിൻ്റെ ടേസ്റ്റ് നല്ല എടുത്തിട്ട് കിട്ടുന്നുണ്ട്. ഫ്രഷ് മാംഗോ അല്ലേ? ഫ്രഷ് മാംഗോ. മേലെ ബദാം ഉണ്ട്, നട്ട്സ് ഒക്കെ ഉണ്ടല്ലേ? നട്ട്സ് ഉണ്ട്. എനിക്ക് നല്ല ടേസ്റ്റ് കിട്ടി കേട്ടോ. ഇവിടെ വന്ന വഴിയിൽ നിന്ന് കിട്ടിയതാണ്. എങ്ങനെയാണ് ഷൈനെ? എൻ്റെ ക്ലാസ്മേറ്റ് കേട്ടോ. എന്താ പറയാ, നമുക്ക് ഇടിക്കാച്ചുണ്ട്. കിടക്കാച്ചി എന്തൊക്കെ ഫ്ലേവർ ഉള്ളതിൽ പറഞ്ഞോ? അതിൽ എനിക്ക് എന്താ പറയാ, അണ്ടിപ്പരിപ്പിൻ്റെയും ബദാമിൻ്റെയും പിന്നെ മാങ്ങേൻ്റെയും ഒക്കെ കിട്ടുമ്പോൾ നല്ല സംഭവം അടിപൊളിയായിട്ട് ഒരു രക്ഷയില്ല. നമ്മുടെ ക്ലാസ്മേറ്റ് കേട്ടോ. 10th നമ്മൾ ഒരുമിച്ചാണ് പഠിച്ചത് NSSൽ. വഴിയിൽ നിന്ന് കിട്ടിയത് അവനെ. മാംഗോ ബനാന സ്മൂത്തി കേട്ടോ. നമ്മുടെ മാംഗോൻ്റെയും ബനാനയാണ്. ഇത് മാംഗോ ഷെയ്ക്കാണ് ഉപയോഗിക്കുന്നത്. കഴിക്കാൻ നട്ട്സും നമ്മുടെ പഴമൊക്കെ ഉണ്ട് കഴിക്കാൻ വേണ്ടിയിട്ടുള്ള. അപ്പോൾ ഗൈസ് നമ്മളിപ്പോൾ ഇവിടുത്തെ ഏകദേശം 3 വെറൈറ്റി ഐറ്റംസ് ഉണ്ടായിട്ട് ഇനി ഇവിടെ ധാരാളം വെറൈറ്റീസ് ഉണ്ട് കേട്ടോ. പലതരം പല പേരിലൊക്കെയാണ് ഓരോ ഐറ്റംസ് ഉള്ളത് കേട്ടോ. ഏകദേശം എല്ലാവർക്കും സെറ്റ് ചെയ്യുന്ന പ്രൈസാണ് സെറ്റ് ആക്കി. ഏകദേശം 50, 60, പിന്നെ 120 അത്രയ്ക്ക് വരുന്നുള്ളൂ. എനിക്ക് ടോപ്പ് വരുന്ന അത്ര 120 ആ റേറ്റിലേക്ക് വരുന്നുള്ളൂ കേട്ടോ. 40 റുപ്യ 30 റുപ്യ സാധനം ഇവിടെ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. സാധാ ഇവിടെ ഷെയ്ക്കിനൊക്കെ ഇവിടെ ഏകദേശം 30 റുപ്യ ഷെയ്ക്ക് സ്റ്റാർട്ട് ചെയ്യുന്നത്. സാധാരണ ഒരു സ്ഥലത്തൊക്കെ ഷെയ്ക്ക് കുടിക്കണ ഏകദേശം 50, 60 റുപ്യ അടുത്ത് റേറ്റ് വരാറുണ്ട്. നമുക്കിപ്പോൾ ഇവിടുന്ന് കുടിച്ച സാധനം നമ്മൾ ഏകദേശം ഒരു മോൺസ്റ്റർ ഷേക്ക്, പിന്നെ അതേപോലെ തന്നെ മാംഗോ ബനാന സ്മൂത്തി ഒന്ന്, പിന്നെ ഫസ്റ്റ് നമ്മൾ കഴിച്ച സാധനത്തിന്റെ പേരെന്നെ വായിൽ വരും. മുമ്പ് ചോദിച്ചതാണ് ഫസ്റ്റ് കുടിച്ച സാധനത്തിന്റെ പേര് ചോക്ലേറ്റിന്റെ സിസ്ലെസ് ബ്രൗണി. സിസ്ലെസ് ബ്രൗണി. ചോക്ലേറ്റിന്റെ സിസ്ലെസ് ബ്രൗണിയിലെ സംഭവം അത് ഹോട്ടലുകള് അത് സ്റ്റീം വെച്ച് ചൂടാക്കുന്നത്. സ്റ്റീമിൽ വെച്ചിട്ട് ചോക്ലേറ്റ് ചൂടാക്കിയിട്ടാണ് സംഭവം. അതാണ് അതിനെ തിളക്കിയത് ചോക്ലേറ്റ്. സ്ഥലം കിട്ടിയില്ലല്ലോ. ഇവിടുത്തെ ഇപ്പൊ കൊറോണ സമയത്ത് കച്ചവടമൊക്കെ എങ്ങനെയുണ്ട്? കച്ചവടം നോർമലായിട്ട് പോകുന്നുണ്ട്. നമ്മള് കൂടുതൽ സ്കൂൾ പിള്ളേരാണ്, അവരിപ്പോ വരുന്നില്ല. എല്ലാ ഐറ്റംസും ഇപ്പൊ കിട്ടാറുണ്ട്. നമുക്ക് അവൈലബിൾ ആണ് എല്ലാ ഐറ്റംസും. നമ്മളെല്ലാം ലൈവ് ആണ് അടിക്കുന്നത്. പിന്നെ നമ്മുടെ ചീപ്പ് ആൻഡ് ബെസ്റ്റ് ആണ്, ചീപ്പ് റേറ്റ് ആണ് എല്ലാം ചീപ്പ് റേറ്റ് ആണ്. സംഭവം എല്ലാം ഫ്രഷ് ആണ്. ക്വാളിറ്റി ക്വാണ്ടിറ്റി നമ്മൾ കുറയ്ക്കാറില്ല. ഇതിന്റെ പേജ് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സ് കൊടുക്കാം. ഇവിടെ കൽപ്പറ്റ ഭാഗത്തേക്ക് ഇവർ എന്തായാലും ഹോം ഡെലിവറി കൊടുക്കുന്നതെന്ന് പറയുന്നത്. അപ്പോൾ താല്പര്യമുള്ളൊക്കെ ഇൻസ്റ്റ വഴി കോൺടാക്ട് ചെയ്യാവുന്നതാണ്. അപ്പോൾ വീഡിയോ വെച്ച് വൈൻഡപ്പ് ചെയ്യാൻ പോകണേ. നമ്മുടെ ഇൻസ്റ്റാഗ്രാം പേജും ഉണ്ട്. നമ്മുടെ ഇൻസ്റ്റാഗ്രാം പേജും താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സ് കൊടുക്കുന്നതായിരിക്കും. അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ ബെല്ലൈക്കൺ എനേബിൾ ആക്കുമേ നമ്മുടെ വീഡിയോസ് എല്ലാം അപ്പോൾ തന്നെ നോട്ടിഫിക്കേഷൻ ലഭിക്കുകയുള്ളൂ. മറ്റൊരു വീഡിയോ വീണ്ടും കാണുന്നവരെ ബൈ ഫ്രണ്ട്സ്.